ചിക്കനൊക്കെ ഇങ്ങനെ ചിരിച്ചണതാ, പൊരിഞ്ഞുകാട് ചിരിച്ചണതാ ചിക്കനൊക്കെ. കോഴി പറയാണ് എന്നോട്, കോഴി ഇങ്ങനെ പറയും മുറിച്ചതിൻ്റെ ഒരു കൈവേ, ഇതിൻ്റെയൊക്കെ ഒരു കൈവ് പറഞ്ഞു. കോഴി അതാ ചിരിച്ചണ മൂലക്കിൽ നിന്നുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മുർഷീസ് മിറാക്കിൾ. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ കാലം വീഡിയോകളൊക്കെ വന്നിട്ട്, അപ്പോൾ എന്താ വെച്ചാൽ ചെറിയൊരു വീഡിയോ ആണ്. ചെറിയ വീഡിയോ പറഞ്ഞാൽ ആദ്യമായിട്ട് ചിക്കന്, അതായത് ഫുൾ ചിക്കൻ വാങ്ങിയിട്ട് ഒരു ഫുൾ ചിക്കന് എന്താ പറയുക, തന്തൂരി പോലെ, അതായത് ഒരു ഫുൾ ചിക്കന് ആവിക്ക് സ്റ്റീം ചെയ്തുകൊണ്ട് വേവിക്കാൻ പോകണം. അതായത് എന്താ പറയുക, അങ്ങനെ തന്നെ ഫുൾ ചിക്കൻ. ഞങ്ങളെങ്കിൽ സാധനങ്ങളോ കുക്കറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു കരണ്ടിൻ്റെ അടുപ്പുണ്ട്, അതേപോലെ തന്നെ ഒരു ചെറിയൊരു കുടുക്കുണ്ട്. കുടുക്കൊക്കെ കാണിച്ചുതരാം. ഈ ഒരു കുടുക്കുണ്ട്, ഈ ഒരു കരണ്ടിൻ്റെ അടുപ്പുണ്ട്. പിന്നെ ചിക്കനും കാര്യങ്ങളൊക്കെ മസാലയൊക്കെ കൂട്ടി വെച്ചിരിക്കണം. അപ്പം ഇതിൽ വെച്ചിട്ടാണ് ഞങ്ങളെ പരിപാടി. നോർമലി ഞങ്ങളെ റൂമിൽ പെരിയിലൊക്കെ ഉണ്ടാക്കുന്ന സംവിധാനങ്ങളും കാര്യങ്ങളും, പക്ഷെ ഇപ്പോൾ ഞങ്ങളെ അടുത്ത് അങ്ങനെ സംവിധാനമില്ല. ഉള്ള സംവിധാനം കൊണ്ട് ഞങ്ങൾ ചെയ്യണം. അപ്പം വിജയിക്കില്ല എന്നൊന്നും അറിയില്ല. അപ്പോൾ സംഗതികളൊക്കെ കാണിച്ചുതരാം, ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിച്ചുതരാം. ചോദിക്കരുത്, ഒക്കെ കിട്ടിയൊക്കെ എടുത്തിട്ടില്ല. തൈരുണ്ട്, പിന്നെ വിനാഗിരി ഒഴിച്ച്, അതായത് മസാല കൂട്ട് എന്താ വെച്ചാൽ ചിക്കൻ ഇതിങ്ങനെ റെഡി ആക്കണം, ഇങ്ങനെ പായാൻ പറക്കാൻ നിൽക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ ചെയ്തെന്താ ഇങ്ങനെ മഞ്ഞ കളറിൽ വെക്കണം, എനിക്കറിയില്ല. അത് മഞ്ഞ കളറിലാണ് നിൽക്കുന്നത്, ചുവപ്പ് കളറിലാണ് ആയിരിക്കും നിൽക്കേണ്ടി. അപ്പോൾ ഇതിലേക്ക് ചേർത്ത സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ചിക്കൻ മസാല ചേർത്തിക്കണേ, കുറച്ചെടുത്തുകൊണ്ട് വെതറി നോക്കിയിട്ടൊന്നുമില്ല. എത്ര ടീസ്പൂണാണോ എന്ന് നിങ്ങൾ ചോദിച്ചു തരുത്, അതൊന്നും നമുക്കറിയില്ല. പൊട്ടിച്ച് അങ്ങോട്ട് വെതറി, അത്രേ നമുക്ക് അറിയുള്ളൂ. പിന്നെ ഇതെന്താ, മഞ്ഞപ്പൊടി ചേർത്ത്, കുരുമുളക് പൊടി ചേർത്ത്, പിന്നെ ഗരം മസാല ചേർത്ത്, ചില്ലി പൗഡർ ചേർത്ത്, പിന്നെന്താ ചേർത്ത് വെച്ചാൽ, പിന്നെ ഇതിൽ ചേർത്തത് എന്താണെന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ നമുക്ക് പറഞ്ഞുതരാൻ കിട്ടുള്ളൂ. ലേശം സുർക്ക ഒഴിച്ച്, പിന്നെ ഉപ്പിട്ട് കണ്ട് മിക്സാക്കി കുഴച്ചിക്കാണ്ട് ഈ ഒരു കോല ആക്കി എടുത്തിക്കണം, നമ്മളെ കുട്ടപ്പനാക്കി എടുത്തിക്കണം. അപ്പോൾ ഇനി ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഈ കുടുക്കിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിക്കാണ്ട് കുടുക്ക കരി ഒല്ലിയെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. നമ്മൾ ചെയ്ത് വെക്കണം. പണ്ടെന്നാ വെച്ചുകൊണ്ട് കരിഞ്ഞുകാണ്ട് ഒന്നായിട്ട് വേറൊരു കോല അയക്കണം. അപ്പോൾ എന്താ വെച്ചാൽ ഇതെത്താൻ മട്ടെന്ന് അറിയില്ല. ഇതുമേലെ കരണ്ട് അടുപ്പുമ്പോൾ വെച്ചാൽ ലോ ഫ്ലെയിമിലിട്ട് വെച്ച് നോക്കണം. ഇതിലേക്ക് ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിക്കാണ്ട് ഇതിലേക്ക് സാധനം ഇറക്കിച്ചാണ്ട് അടച്ച് വെച്ചിട്ട് അവിടെ പോവും ഞാൻ. എന്നിട്ട് ഇങ്ങനെ ഓരോ 10 മിനിറ്റ് നിന്നാണ്ട് എന്താ മട്ടൊക്കെ നോക്കിക്കാണ്ട് ഇങ്ങനെ പോവും. എത്ര മട്ടെന്ന് എനിക്കും അറിയില്ല, എന്താ ആവുക എന്ന് പട്ടിണി എടുക്കേണ്ടി വരുമെന്നൊന്നും അറിയില്ല. അവിടെ ഇങ്ങനെ മൂടി വെച്ചിക്കാണ്ട് പോവും, ആവിക്കൊക്കെ കിടന്ന് ഉപയോഗം. അതാണ് ഇന്നത്തെ പരിപാടി. വിജയിക്കോല്ലെന്ന് അറിയില്ല, ചെയ്ത് നോക്കട്ടെ, പോയേക്കാം. അപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്തിക്കാണ്ട് പോകട്ടെ. എത്താ അറിയില്ല, ഇപ്പം തന്നെ നന്നായിട്ട് പോകട്ടെ മൂടുണ്ട്. കരിയോ കത്തുവോ എന്താണെന്ന് നമുക്കറിയില്ല. ഏതായാലും ചെയ്ത് നോക്കാം. വെള്ളം പറ്റിയാണ് തോന്നി. കുറച്ച് വെള്ളം തെഞ്ഞിത്തേക്ക് ഓയിൽ വെച്ച് കൊടുക്കണം. ഒരു ഹാഫല്ല, ഒരു ഇത്ര പോരാ ഓയിലാക്കിയാണ്ട് അതിക്ക് പടച്ചോനെ ഇപ്പം തന്നെ ആക്കണം. ആ സൈഡിൽ നിന്നിട്ട് വേറെ കളറായിരിക്കും, ഇത് പുരുകൊന്നായിട്ട് വേറെ വെച്ച് കൊടുക്കണം, പണി പാടും. ഇത് നോർമലി പെരയിൽ കുക്കറിലും ഇതിലൊക്കെ ഇട്ട് ഉണ്ടാക്കുമ്പോൾ സീനില്ല, കുഴപ്പമില്ല. പക്ഷേ ഇതെന്താ വെച്ചാൽ ഇതുമേൽ കരണ്ട് അടുപ്പുമ്പോൾ വെച്ചുകൊണ്ട് ആക്കുമ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് തിളച്ച് മറി. പക്ഷേ സാധനം വേവൽ പ്രയാസമാണ്. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെനിക്ക് ഇറക്കി വെക്കാൻ പോകുന്നത് ഇത് കൊള്ളും, അങ്ങോട്ട് വാ. അപ്പോൾ ഇതാണ് പരിപാടി. ഇതിൻ്റെ മേലെ നമ്മൾ ഈ പിഞ്ഞാണം വെച്ചുകൊണ്ട് ഇത് മൂടും. ഇനി എന്താ വെച്ചാൽ ഇതിന് ഓരോ 10 മിനിറ്റ് ഇടവേളകളിൽ നമ്മൾ ഇരുന്നാണ്ട് എന്താ മട്ടൻ എന്നറിയാൻ വേണ്ടിയിട്ട് വന്ന് പാളി നോക്കുന്നതാണ്. ഒന്ന് കുത്തിയൊക്കെ കൊടുത്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് ഒക്കെ റെഡി ചെയ്യാൻ മതി. ഞാൻ ദ്വാരക്ക് നിങ്ങൾ റാത്താകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എത്താൻ ഇന്ന് പട്ടിണി എല്ലാത്തില്ല. അപ്പോൾ ഏതായാലും ഒക്കെ റാത്തായിട്ട് ഉഷാറായിട്ട് ഈ സാധനം ഉണ്ടാക്കി വരാൻ വേണ്ടിയിട്ട് ദ്വാരക്ക് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണ്. കരിഞ്ഞ് പോയിക്കുകയാണെന്നുണ്ട് നാളത്തെ നോമ്പ് നാളത്തെ നോമ്പ് പോയി പട്ടിണി കിടന്നുകൊണ്ട് നോമ്പ് വിളിക്കേണ്ടി വരും. ഇന്നത്തും തിന്നാൽ ജനങ്ങളുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒക്കെ റെഡി ആവും വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ അടുക്കുള്ള ചെറിയ കലാപരിപാടികളാണ് കാണിക്കുന്നത്. ഞാൻ റെഡി ആയിട്ടുള്ള കാണിച്ചു തരാം കേട്ടോ. ഏകദേശം 40 മിനിറ്റ് 50 മിനിറ്റ് വെച്ചിട്ടുള്ളൂ. 40 മിനിറ്റാണ് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിന് ഏകദേശം ഉടഞ്ഞൊരു ഇതൊക്കെ അയക്കുന്നത് സെറ്റ് ആയിക്കുന്നതാണ്. ഇന്ന് അതിനെടുത്താണ് നേരെ ചട്ടി കിട്ടേണ്ടത് ഗ്രില്ല് ചെയ്യുന്ന മാതിരി ആക്കാൻ വേണ്ടി, പുറമെ ഒരു പൊള്ളം കെട്ടിച്ചാൻ വേണ്ടിയിട്ട്, ഒരു പൊള്ളം കെട്ടിച്ച മാതിരി ആക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലിട്ട് ഇതാക്കിയിരുന്നു. പിന്നെ അതിൻ്റെ ഒരു പീസാണ് ഇതൊക്കെ ഉടഞ്ഞു പോയി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാക്കി പ്രൊസീജിയർ ചെയ്യുന്നതാണ് തീറ്റ പരിപാടി. അപ്പോൾ സാധനം സെറ്റാണ്.
വെന്തുകണ്. പക്ഷേ വേറെ കുറച്ച് ഏറിയണ ഒരു ഡൗട്ട്. ഇനി ഇതിലേക്ക് വെച്ചിട്ട് ഒരു പൊരിച്ച് എന്താ ചെയ്യാം, റോസ്റ്റ് ആക്കണ മാതിരി എന്തെങ്കിലും പറയാം. ഗ്രില്ലാക്കണം, ഇവിടെ തട്ടണോ അതിന് ഭാരി വലിച്ച് തിന്നണതാ. ശരി വെന്തിടല്ലേ ഇഷ്ടപാട് വെന്തണ ഒരു ഗ്രില്ലാക്കി ഒരു അടിഭാഗം ഇങ്ങനെ പൊള്ളം കെട്ടിച്ചാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അതിന് തീറ്റ പരിപാടിയായിട്ട് വേറെ വരാം. അപ്പം ഇത് ചെറുതായിട്ട് ഇത് വെന്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ചെക്കൻ. ഇത് സാധനം സെറ്റ് ചെയ്യണം ഒരു വിധം. മറ്റേത് വെളിച്ചെണ്ണയിൽ ഇത് അത്യാവശ്യം വെളിച്ചെണ്ണയിൽ മുങ്ങിക്കണം. പക്ഷേ ഇത് അധികം വെളിച്ചെണ്ണയിൽ മുങ്ങിയിട്ടില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഈ ചോന്ത അടിയാണ്, ഈ പൊരിഞ്ഞ അടിയാണെന്ന് കാണില്ല. മറ്റേ ഇതിന് ഏകദേശം കണ്ടുക്കണം. അപ്പോൾ ഇതേമാതിരി ഇങ്ങനെ ഞെരിഞ്ഞ് പോയിട്ട് ഇങ്ങനെ വരും സാധനം സെറ്റ്. ഇൻഷാ അള്ളാ മറ്റേതും അതിലാക്കട്ടെ. എന്താ വെച്ചാൽ ഇത് വെളിച്ചെണ്ണ മുങ്ങിയിട്ടില്ല. മറ്റേ അതാണ് വെളിച്ചെണ്ണ കുറവാണോ. ഈ ചട്ടിയാണ് നിൻ്റെ പണ്ടാരം പടാരം നെളുക്കിക്കണം. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ മഴ മാറി നിൽക്കുന്നുണ്ട്. ഇവിടെ മാത്രമേ ഇതുള്ളൂ മറ്റേ വെളിച്ചെണ്ണ കെട്ടിക്കണം. അപ്പോൾ ആ മൂലക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഞങ്ങൾക്ക് അതിനുള്ള സജ്ജീകരണ കാര്യങ്ങളോ ചട്ടി പാത്രമൊന്നും ഇല്ല. അള്ളിയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ആദ്യത്തേൽ എടുത്തപ്പം അതിൻ്റെ ഒരു കോയിൻ്റെ ഒരു ചങ്ക് വേറിട്ട് പോയി. പൊടിച്ചപ്പോൾ ഒന്നും വേവ് ഏറിയതുകൊണ്ടേ കൈമെന്ന് പൊടിച്ച ആ ഒരു പുറത്തതിൽ നടുന്ന് മുറിഞ്ഞാണ് നിൽക്കി പാത്രത്തിൽ തന്നെ മൂന്നതാണ്. ഒരു പീസ് ഇതാണ്. ഇത് ഏകദേശമൊക്കെ സെറ്റ് ആക്കണം. അപ്പോൾ നമ്മളെ ചെക്കന്മാരൊക്കെ ഇവിടെ നെരിഞ്ഞ് വരികയാണ്. പുറം ഭാഗമൊക്കെ ഇങ്ങനെ നെരിഞ്ഞുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇതൊക്കെ ഏകദേശം സെറ്റ് ആക്കണം. ഒരു ഭാഗം കൂടി നെരിയാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിരിക്കുകയാണ്. ഇപ്പം ചിക്കൻ കുട്ടന്മാരൊക്കെ ഉഷാറായിട്ട് നിലവിളിക്കുന്നുണ്ട്. പിന്നെ അത് ചെറുതായിട്ട് മസാല ഇനി ഒന്ന് പൊടിക്കണം. 3 മണിക്കൂർ മസാല ഇട്ടാണ്ട് വെച്ചിട്ടും മതിയാർക്കാണ്ട് ഏറ്റിട്ടില്ല. മസാലക്കൂട്ട് ഏറ്റിക്കണ്. എന്നാലും എടുക്കാനെന്താ വെച്ചാൽ ആവിക്കാണ് വേവിച്ചണം. അപ്പോൾ ഇതിൽ അതിൻ്റെ വിയർപ്പ് ഇറങ്ങിക്കാണ്ടേ വിയർപ്പ് ഒരുവിധം മസാല കൈ തന്നെ ഇറങ്ങിപ്പോയില്ല. ഏതായാലും തിന്നോക്കട്ടെ, സെറ്റാക്കിയിട്ട് വരാം. ഞങ്ങളെ റൂമിലൊരു സാധനം നമുക്ക് ഉണ്ടാക്കാനോ കിട്ടാനൊന്നുമില്ല. ഉണ്ടാക്കാനുള്ള സജ്ജീകരണവും കാര്യങ്ങളോ എല്ലാ സജ്ജീകരണവും കൊണ്ട് യൂട്യൂബിൽ അവിടെ ഇവിടെയൊക്കെ നോക്കിയാണ് ഉണ്ടാക്കിയത്. സംഗതി സെറ്റാണെങ്കിൽ എനിക്ക് ഗേസ്. അപ്പോൾ സാധനം റെഡി ആയിട്ട് ഞാൻ അസീക്ക് കാണിച്ചു കൊടുക്കുക. അസീൻ്റെ എക്സ്പ്രഷൻ എത്തോ നോക്കട്ടെ. സാധനം സെറ്റ് മോനാ പാടേ സെറ്റായാ എടുത്തില്ല. ഞങ്ങൾക്ക് നമുക്ക് ചെറുനാരങ്ങൊക്കെ പിഴിഞ്ഞ് സെറ്റാക്കാണ്ട് കഴിച്ചാലോ. സംഭവം യുഗേ ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയൊരു മുതൽ ആദ്യമായിട്ട് വിജയിക്കുകയാണ്. സത്യം ഞാൻ ഉണ്ടാക്കിയ സാധനം ആദ്യമായിട്ട് വിജയിക്കുകയാണ്. സെറ്റല്ലേ. ഇനി ഇതൊക്കെ ചേർക്കണ്ടടാ. നേരത്തെ തീക്ക് മറ്റേ കൂട്ടും ഇതൊക്കെ വേണം. പക്ഷേ അത് നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് നേരമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിട്ടാൽ മതി. എന്താ പറയുക, ചെറുനാരങ്ങ പിഴിഞ്ഞാണ്ട് അടിച്ച് കയറ്റാം. സോസൊക്കെ കൂട്ടിയുണ്ട്. ഓക്കെ. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ വിഭവം റെഡി. ഇനി ഇതിലേക്ക് സോസ് കൊണ്ട് പറഞ്ഞിട്ട് കെച്ചപ്പും പറഞ്ഞുകൊണ്ട് ഒരടിയാണ് മക്കളെ. എത്ര നിങ്ങളെ അഭിപ്രായം? എൻ്റെ കുക്കിങ്ങിനെ കുറിച്ച് നിങ്ങൾ ഒരു 4 വാക്ക് പറഞ്ഞാലും എന്താണ് മട്ടം. ചിക്കനൊക്കെ ഇങ്ങനെ ചിരിച്ചണതാ, പൊരിഞ്ഞുകാണ് ചിരിച്ചണതാ ചിക്കനൊക്കെ. കോഴി പറയാണ് എന്നോട്. കോഴി ഇങ്ങനെ പറയും മുറിച്ചതിൻ്റെ ഒരു കൈവേ. എൻ്റെ ഒക്കെ ഒരു കൈവ് പറഞ്ഞു. കോഴി അതാ ചിരിച്ചണ മൂലക്കിൽ നിന്നുണ്ട്. ചപ്പാണ്ടാക്കല്ലേ വേറെ ലെവല്. ഇതൊക്കെ കണ്ട് പീഞ്ഞിട്ട് മക്കളെ ചെറുനാരങ്ങ എടുത്തിക്കാണ്ട് പീഞ്ഞിട്ട് ഒരു ചെറുനാരങ്ങ എടുത്താണ്ട് പീയ. ഈ ചെറുനാരങ്ങ ഇങ്ങനെ എടുക്കും. ഇങ്ങനെ എടുത്തിട്ട് മോനെ ഇങ്ങനെ പീഞ്ഞിട്ട് ദാ അതിൻ്റെ ഇടയിൽ കൂടെ ഓന് ഇടങ്കൂലൊക്കെ ഉണ്ട്. ഇങ്ങനെ പീഞ്ഞിട്ട് കുറച്ച് കെച്ചപ്പും കൊണ്ട് ചേർത്തിട്ട് ഒരടിയാണ് മക്കളെ. ഇത് നാവിൽ കപ്പലോടുള്ള വെള്ളമുണ്ട് ഇപ്പോഴും. ഇത് നാവിൽ കപ്പലോടുള്ള വെള്ളമുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങൾ കാണുന്ന റമദാൻ മാസം നോമ്പെടുത്ത് കണ്ട് വട്ടാ പകലേക്കാരം. ഇങ്ങക്ക് ഇതുണ്ട് വന്ന് ചിലപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പിരായി പറഞ്ഞാണ്ടൊക്കെ കയറി ഇത് കാണുന്നത്. എന്നാലും കുഴപ്പമില്ല. എൻ്റെ കയ്പുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയതൊക്കെ തൂറ്റിപ്പോയിക്കണം. ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഒരേ ഒരു സാധനം വിജയിച്ച് കണ്ടത് ഇതാണ്. അതിൻ്റെ ഒരു മഹത്തായ സന്തോഷം എൻ്റെ മുഖത്തുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു സാധനം ആദ്യമായിട്ട് വിജയിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിച്ച് കൈയടിച്ച് കമൻറ്റ് രൂപത്തിൽ എന്താണ് എൻ്റെ ഫുഡിൻ്റെ അഭിപ്രായം. പക്ഷേ ഞങ്ങൾ തിന്നോക്കിയിട്ടില്ലല്ലോ, എന്നാലും വേണ്ടില്ല. ഫുഡ് കണ്ടിട്ടെത്താ പാട് കാണാൻ ചൊറുക്കുണ്ടോ നിങ്ങളെ അഭിപ്രായം പറയും. ഓക്കെ.